ഹായ് എല്ലാവർക്കും സൈറ ലേണിംഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് അനുമാന എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ലോജിക്കൽ റീസണിങ്ങിലെ ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്ന ഭാഗത്തെ ഒരു പ്രമാണാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യക്ഷ പ്രമാണ, അനുമാന പ്രമാണ, ശബ്ദ പ്രമാണ, അതുപോലെ തന്നെ ഉപമാന, അർത്ഥപത്തി, അനുപലബ്ധി എന്ന് പറയുന്ന 6 പ്രമാണാസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിലെ ഒരു പ്രമാണമായിരുന്നു അനുമാന പ്രമാണം, അല്ലെ? ഇൻഫറൻസ് എന്ന് അതിന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് വിശദമായ ഡിസ്കഷൻ ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അനുമാന പ്രമാണയുടെ സ്ട്രക്ചറാണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിലബസിൽ അങ്ങനെ കൊടുത്ത ഭാഗമാണ്. അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം പറയാനുള്ളത് ഇന്ത്യൻ സില്ലോജിസം എന്നുള്ളത്. ഇന്ത്യൻ ലോജിക്കിൽ ഒരു ആർഗ്യുമെന്റ്, സില്ലോജിസം ഉണ്ടാവില്ലേ? അപ്പൊ ആ സിലോജിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതൽ എന്നുള്ളത് ഇൻഫറൻസ് ആണല്ലോ, അല്ലെ? നമ്മൾ രണ്ട് പ്രമിസുകൾ പറഞ്ഞിട്ട് ആ രണ്ട് പ്രമിസിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനാണ് ഇൻഫറൻസ് എന്ന് പറയാം. പ്രമിസുകൾ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ആ അറിയുന്ന കാര്യത്തിൽ നിന്നും അറിയാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക, അതാണല്ലോ കൺക്ലൂഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാല്. അപ്പോഴാണ് ഒരു ആർഗ്യുമെന്റ്, ഒരു സിലോജിസം നടക്കുന്നത്. അത് നടക്കുമ്പോൾ ആ രണ്ട് പ്രമിസിൽ നിന്നും ഇൻഫറൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ഇതാണല്ലോ നടക്കുന്നത്. ഇതാണ് അനുമാന പ്രമാണം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഇന്ത്യൻ സിലോജിസത്തിന്റെ അതിന്റെ അവയവാസ് എന്നറിയപ്പെടുന്നത് 5 പ്രപ്പോസിഷൻസ് ആണ്, അല്ലെങ്കിൽ 5 സ്റ്റേറ്റ്മെന്റുകളാണ്. ഈ 5 സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ 5 പ്രപ്പോസിഷൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ വെസ്റ്റേൺ ലോജിക്കും ഇന്ത്യൻ ലോജിക്കും വ്യത്യസ്തപ്പെടുന്നത് ഈ ഒരു ഭാഗത്തും കൂടിയാണ്. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്ത്യൻ ലോജിക്കും വെസ്റ്റേൺ ലോജിക്കും തമ്മിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത്. ഒരു കാര്യം ഇതാണ്, വെസ്റ്റേൺ ലോജിക് ആണെങ്കിൽ അതിന് 3 പ്രപ്പോസിഷൻസ് ആണ് ഉണ്ടായി. ഒരു വെസ്റ്റേൺ സിലോജിസത്തില്, ഒരു അരിസ്റ്റോട്ടലിയൻ സിലോജിസത്തിൽ ഉണ്ടായിരിക്കുക, സിലോജിസത്തില് 3 പ്രപ്പോസിഷൻസ് ഉണ്ടായിരിക്കുക, 3 പ്രപ്പോസിഷൻസ് ഉണ്ടായിരിക്കുക. ഏതൊക്കെയാണത്? ഒന്നാമത്തത് ഒരു മേജർ പ്രമിസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തത് ഒരു മൈനർ പ്രമിസ് ഉണ്ടായിരിക്കും. ഇത് വെസ്റ്റേൺ ലോജിക് ആട്ടോ പറയണത്. മൂന്നാമത്തത് ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ 3 പ്രപ്പോസിഷൻസ് ആണ്, 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഒരു വെസ്റ്റേൺ ലോജിക്കിൽ ഉണ്ടായിരിക്കുക. വെസ്റ്റേൺ ലോജിക്കിൽ ഉണ്ടായിരിക്കുക ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഉണ്ടായിരിക്കുക. അതേ സമയത്ത് അത് ഇന്ത്യൻ ലോജിക്കിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ ലോജിക്കിൽ എത്ര ഉണ്ടായിരിക്കുക? 5 പ്രപ്പോസൽസ് ഉണ്ടായിരിക്കും. ഇന്ത്യൻ സിലോജിസത്തില്, ഒരു ഇന്ത്യൻ സിലോജിസം, ഒരു ആർഗ്യുമെന്റിൽ, ഈ വെസ്റ്റേൺ സിലോജിസം ആകുമ്പോൾ 3 പാർട്ടുകൾ ഉണ്ടായിരിക്കുക, 3 പ്രപ്പോസൽസ് ഉണ്ടായിരിക്കുക. ഇന്ത്യൻ സിലോജിസിൽ വരുമ്പോൾ അതിന് 5 പ്രപ്പോസൽസ് ഉണ്ടായിരിക്കും, 5 പ്രപ്പോസിഷൻസ് ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആ ഏതൊക്കെയെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഇതാ, രണ്ടാമത്തത് ഇതാ, 3 ഇതാ, 4 ഇതാ, 5 ഇതാ. ഈ 5നാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പൊ ഈ 5 പ്രപ്പോസിഷൻസിനെ അറിയപ്പെടുന്നത് അവയവാസ് ഓഫ് ഇന്ത്യൻ സിലോജിസം എന്നാണ്. ഇന്ത്യൻ സിലോജിസത്തിന്റെ അവയവങ്ങൾ, അല്ലെ അവയവാസ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ പ്രപ്പോസിഷന്റെ പേര് പ്രതിജ്ഞ എന്നുള്ളതാണ്. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന എന്ന് പറയുന്ന അത് ഓർഡറിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത് നമ്മള് ഉപമാന പ്രമാണക്ക് ഞാൻ പറഞ്ഞ ഉദാഹരണം ഓർമ്മ ഉണ്ടോ? ഒരാളിങ്ങനെ നടന്നു പോകുന്നു. ഒരാളിങ്ങനെ നടന്നു പോകുന്നത് ഏതിലൂടെയാണ്? ഒരു മലയുടെ താഴ്വാരത്തിലൂടെ നടന്നു പോകുന്നത്. അപ്പൊ ആളിങ്ങനെ നോക്കുമ്പോ മലമുകളിൽ ഇങ്ങനെ ഒരു സ്മോക്ക്, പുക ഇങ്ങനെ പൊന്തുന്നത് കാണുന്നു. അപ്പൊ ഒരാൾ നടന്നു പോകുന്നു, അയാൾ ഹില്ല് കാണുന്നു, ഹില്ലിന്റെ അവിടെ മുകളിലൂടെ പുക പൊന്തുന്നത് കാണുന്നു. അപ്പൊ ഇയാൾ ഇതിന് എന്ത് ചെയ്യുന്നു? ഇയാൾ ഇൻഫർ ചെയ്തെടുക്കുകയാണ്, ദിസ് ഹിൽ ഹാസ് ഫയർ എന്ന് പറയുന്നു. ദിസ് ഹിൽ ഹാസ് ഫയർ എന്ന് ഇൻഫർ ചെയ്യുന്നു. ഇതാണ് എന്ത്, ഒരു ഉപമാന പ്രമാണ ഉദാഹരണം എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ നേരിട്ട് പറഞ്ഞാൽ പോരാ. ഇതിന് എന്തുണ്ട്, ഈ ഒരു ആർഗ്യുമെന്റ് സ്ഥിരപ്പെടുന്നതിന്, ഒരു ആർഗ്യുമെന്റ് ആയിട്ട് ഒരു സിലോജിസ് രൂപപ്പെടുന്നതിന് 5 പ്രപ്പോസൽസ് വരണം. അതിൽ ഒന്നാമത്തത് പ്രതിജ്ഞയാണ്. പ്രതിജ്ഞ എന്നാൽ പ്രപ്പോസൽ, ഒരു ഹൈപ്പോത്തസിസ്. നേരെ ഇയാൾ കണ്ടിട്ട് പറയണ് അവിടെ തീ ഉണ്ട് എന്നുള്ളത്.
ഫസ്റ്റ് പറയുന്ന സാധനം എന്നുള്ളത് ഒരു ഹൈപ്പോത്തിസ് പറയാണ്, ഒരു കൺക്ലൂഷൻ, ഒരു ഹൈപ്പോത്തിസ് പറയാ. ഒരാൾ നടന്നു പോകുമ്പോൾ മലമുകളിൽ കാണുന്നു, മലമുകളിൽ ഇങ്ങനെ തീ പൊന്തുന്നത് കാണുമ്പോൾ മലന്റെ അപ്പുറം അയാൾക്ക് കാണാണ്ടോ? ഇല്ല. കാണാണ്ടെങ്കിൽ നേരെ തീ കണ്ടിട്ട് പറയുകയാണെങ്കിൽ അതെന്തല്ല, ഇൻഫറൻസോ ഈ പറയുന്ന അനുമാന പ്രമാണോ ഒന്നുമല്ല. അതെന്താണ്? പ്രത്യക്ഷ പ്രമാണം. നേരിട്ട് തീ കണ്ടു, എന്നിട്ട് അവിടെ തീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രത്യക്ഷമാണ്. ഇവിടെ അങ്ങനെയല്ല, മലന്റെ അപ്പുറം ഉള്ള ഭാഗങ്ങൾ കാണാനില്ല. എന്തേ കാണുന്നുള്ളൂ? മല കാണുന്നു, മുകളിലൂടെ പുക പോകുന്നത് കാണുന്നു. അപ്പൊ ഇയാൾ ഫസ്റ്റ് ഒരു ഹൈപ്പോത്തസിസ് പറയാണ്. അതിനാണ് പ്രതിജ്ഞ എന്ന് പറയാ. ദിസ് ഹിൽ ഹാസ് ഫയർ. ഈ മലയിൽ എന്തുണ്ട്? തീ ഉണ്ട് എന്ന് പറയുന്നു. രണ്ടാമത്തത് ഹേതു. അതിന് കാരണം പറഞ്ഞല്ലോ. ഇപ്പൊ അയാൾ പറയുന്നു ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്. കാരണം ആ മലയിൽ എന്തുണ്ട്? പുകയുണ്ട്. ഇപ്പൊ അയാൾ ഫസ്റ്റ് ഒരു ഹൈപ്പോത്തസിസ് പറയാണ്, ഈ മലയിൽ തീ ഉണ്ട്, കാരണം ഇവിടെ എന്തുണ്ട്? പുകയുണ്ട് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ മാത്രം പോരാ, മൂന്നാമത് എന്ത് വേണം? ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല് ഒരു ഉദാഹരണ സഹിതം നമ്മൾ എന്ത് ചെയ്യണം? ഒരു യൂണിവേഴ്സൽ ആയ കാര്യം പറയണം. രണ്ട് കാര്യം ആ ഉദാഹരണം എന്ന് പറയുന്ന ഭാഗത്തുണ്ട്. ഒരു യൂണിവേഴ്സൽ ആയ കാര്യം പറയണം, അതിനൊപ്പം അതിനൊരു ഉദാഹരണ സഹിതം പറയണം. അതായത് ഇതിനെ വ്യാപ്തി എന്ന് പറയും. ഇതിന് വാട്ട് എവർ ഹാസ് സ്മോക്ക് ഹാസ് ഫയർ. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു ഹൈപ്പോത്തിസ് പറഞ്ഞു, അവിടെ തീ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ഹേതു കാരണം പറഞ്ഞു, കാരണം അവിടെ പുക ഉണ്ടെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഇനി മൂന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്ന പ്രപ്പോസലിൽ വരേണ്ടത് എന്താണ്? എവിടൊക്കെയോ പുകയുണ്ടോ അവിടൊക്കെ തീയുണ്ട്. ഇവിടെ അതിനൊരു ഉദാഹരണം കൊടുക്കുക. ഉദാഹരണത്തിന് അടുപ്പ്, ഓവനില് സ്മോക്ക് ഉണ്ട്, അവിടെ എന്തുണ്ട്? തീയുണ്ട്. അപ്പൊ നമ്മളൊരു ഉദാഹരണ സഹിതം ഒരു യൂണിവേഴ്സലായ കാര്യം പറഞ്ഞു. എവിടൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടൊക്കെ എന്തുണ്ട്? തീ ഉണ്ട് എന്നുള്ളത്. തീ ഇല്ലാതെ സ്മോക്ക് ഉണ്ടാവില്ല. അപ്പൊ എവിടൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടൊക്കെ തീ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിന് ഉദാഹരണ സഹിതം പറഞ്ഞു, ഒരു ഓവന്റെ ഉദാഹരണം പറഞ്ഞു. അതാണ് മൂന്നാമത്തത്. നാലാമത്തെ ഉപനയ എന്ന് പറഞ്ഞാല് നമ്മളിവിടെ എന്ത് പറഞ്ഞു? ഒരു യൂണിവേഴ്സൽ ആയ ഒരു കാര്യം, പുകയുള്ളവിടത്തൊക്കെ തീ ഉണ്ട് എന്നുള്ളത് ഒരു ഓവന്റെ ഉദാഹരണം സഹിതം പറഞ്ഞു. അതിന് നമ്മൾ ഇവിടുത്തെ നമ്മുടെ സെറ്റ് ഉണ്ടല്ലോ. നമ്മളിപ്പോ ഒരാൾ നടന്നു പോവാണ്, ഓന് മല കാണുന്നു, മുകളിൽ ഒരു പുക കാണുന്നു, അതിനാൾ ഇൻഫർ ചെയ്തെടുക്കല്ലേ. അപ്പൊ ഇവിടുത്തെ സെറ്റിങ്ങിൽ എന്ത് ചെയ്യാം? ഇതിനെ അപ്ലൈ ചെയ്യാം. ആണ് അപ്ലിക്കേഷൻ. ഉപനയ എന്ന് പറഞ്ഞാല് ദിസ് ഹിൽ ഹാസ് സ്മോക്ക്. ഈ ഈ മലയിലും എന്തുണ്ട്? തീയുണ്ട്, അല്ല പുകയുണ്ട്. ഈ പുക എന്നുള്ള എന്താണ്? ആ പുകന്റെ പിന്നിൽ ഒരു തീ ഉണ്ടായിരിക്കും. അതിൽ എവിടൊക്കെയോ പുകയുണ്ടോ അവിടൊക്കെ എന്തുണ്ടായിരിക്കും? തീ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു പുക എവിടെയുണ്ട്? നമ്മളെ ഈ പറയുന്ന ഈ മനുഷ്യൻ നോക്കിക്കാണുന്ന മലയിലുണ്ട്. അപ്പൊ അയാൾ ഫസ്റ്റ് ഒരു ഹൈപ്പോത്തസിസ് പറഞ്ഞു, ഇവിടെ തീ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് കാരണം ഇവിടെ പുക ഉണ്ട് എന്ന് പറഞ്ഞു. മൂന്നാമത് അയാൾ പറഞ്ഞതാണ്, എവിടൊക്കെ പുക ഉണ്ടോ അവിടൊക്കെ എന്തുണ്ട്? തീ ഉണ്ട്. ഉദാഹരണത്തിന് ഓവൻ എന്ന് പറഞ്ഞു. നാലാമത്തെ അപ്ലിക്കേഷന് ഈ മലയിൽ എന്തുണ്ട്? ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള, അതായത് എവിടൊക്കെയോ പുകയുണ്ട് അവിടൊക്കെ തീ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ രീതിയിലുള്ള ആ പുക എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. ഇത് പുക ഉണ്ട്. ആ പുകന്റെ പ്രത്യേകത എന്താണ്? അത് എവിടൊക്കെയോ പുക എവിടൊക്കെയോ ഉണ്ട് അവിടൊക്കെ എന്തുണ്ടായിരിക്കും? തീ ഉണ്ടായിരിക്കും. ഇത് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഒടുവിൽ അഞ്ചാമതായിട്ട് നമുക്ക് നിഗമിച്ചെടുക്കാൻ പറ്റുന്ന, ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. തേർഫോർ, അത് കാരണത്താൽ ദിസ് ഹിൽ ഹാസ് ഫയർ. ഈ മലയിൽ എന്തുണ്ട്? തീ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളിത് 5 ഘട്ടങ്ങളുടെ 5 പ്രൊപ്പോസൽസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇന്ത്യൻ സിലോജിസം സ്ഥാപിക്കപ്പെടുന്നത്, ഒരു ആർഗ്യുമെന്റ് രൂപപ്പെടുന്നത്. ഒന്നാമത് പ്രതിജ്ഞ, ഒരു ഹൈപ്പോത്തിസ് പറയാം. രണ്ടാമത് ഹേതു, അതിനൊരു കാരണം പറയാം. മൂന്നാമത് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണ സഹിതം യൂണിവേഴ്സൽ ആയ ഒരു കാര്യം പറയാം. യൂണിവേഴ്സൽ ആണെങ്കിൽ എല്ലായിടത്തും ഉള്ളത്, എവിടൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടൊക്കെ ഫയർ. ഇനി എവിടെ നോക്കിയാലും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നാലാമത് നമ്മൾ ഇവിടെ അതിനെ അപ്ലൈ ചെയ്തു, ഇവിടെയും അതേപോലെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അഞ്ചാമത്തതായിട്ട് നിഗമന, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അപ്പൊ ഈ ഇന്ത്യൻ സിലോസിന്റെ കൺക്ലൂഷൻ, ആ ഒരു സിലോസിസ് എന്നുള്ളത് കുറെ കൂടി നല്ല സൗണ്ട് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിരിക്കും അല്ലെ? ഈ ഇത്രയും 5ഓളം പ്രപ്പോസൽസ് ഉണ്ടായത് കൊണ്ട്. പിന്നെ അതേപോലെ തന്നെ എത്ര ടേംസ് ഉള്ളത്, എത്ര പ്രപ്പോസൽ ആണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ലോജിക്കിൽ എത്ര പ്രപ്പോസൽ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എന്താണ്? 5 പ്രപ്പോസൽസ് ആണ്. നിഗമന, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന എന്ന് പറയുന്ന 5 പ്രപ്പോസൽസ് ആണ്. ഇനി എത്ര ടേംസ് ഉണ്ടാവുക എന്ന് ചോദിച്ചാല്, വെസ്റ്റേൺ ലോജിക്കില് 3 ടേംസ് ഉണ്ടായിരിക്കുക. ഏതൊക്കെയാണത്? മേജർ ടേം, മൈനർ ടേം, മിഡിൽ ടേം. ഒരു ആർഗ്യുമെന്റ് സിലോജിസത്തിൽ ഉണ്ടാവുന്നതാണ്. 3 ടേം ഉണ്ടാവും. മേജർ ടേം ഉണ്ടാവും, മൈനർ ടേം ഉണ്ടാവും, മിഡിൽ ടേം ഉണ്ടാവും. അതേ സമയത്ത് ഒരു ഇന്ത്യൻ സിലോജിസത്തിൽ ഒരു ആർഗ്യുമെന്റിൽ എന്തൊക്കെ ഉണ്ടാവുക? അവിടെയും 3 ടേംസിന് ഉണ്ടാവുക. അതിന് വ്യത്യസ്ത പേരുണ്ടെന്നേ ഉള്ളൂ. ഈ സാധ്യ എന്ന് പറഞ്ഞാലാണ് മേജർ ടേം. രണ്ടാമത്തത് ഹേതു, അതാണ് മിഡിൽ ടേം. മൂന്നാമത്തത് പക്ഷ, ആണ് മൈനർ ടേം. അപ്പൊ നമ്മുടെ ഇവിടെ ഹില്ല്,
ആ മലക്കാണ് എന്താ പറയാ, ഹില്ലിനാണ് അവിടുത്തെ പക്ഷ. എവിടെയാണ് ഇത് സംഭവിക്കുന്നത്? എവിടെയാണ് ഈ ഫയർ ഉണ്ട് എന്ന് പറഞ്ഞത് എവിടെയാണ്? അതിനാണെന്ന് പറയാം നമ്മള് മൈനർ ടേം ആയിട്ട് പക്ഷ എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്തത് എന്തുണ്ടെന്നാ പറഞ്ഞത്? നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞത്? ഫയർ ഉണ്ട് എന്നല്ല പറഞ്ഞത്. അതാണ് ഇവിടെ മേജർ ടേം. അപ്പൊ നമ്മൾ എന്തുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്, അതാണ് അവിടുത്തെ മേജർ ടേം. ഇവിടെ ഫയർ ഉണ്ട് എന്നാ പറഞ്ഞത്, അതാണ് മേജർ ടേം. അത് എവിടെ ഉണ്ട് എന്നാ പറഞ്ഞത്? മലയിലുണ്ട് എന്നാ പറഞ്ഞത്, അതാണ് അവിടുത്തെ മൈനർ ടേം. അതിനുള്ള കാരണം എന്താണ്? ഇവിടെ സ്മോക്ക് ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ എന്ത്? ഹേതു എന്നുള്ളത്. ഹേതു എന്നുള്ളത് സാധന എന്നും ഇതിന് പറയും. ഓക്കെ, അപ്പൊ 3 ടേംസ് ആണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഇനി ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇൻഫറൻസിന്റെ 3 ടൈപ്പുകൾ. 3 രീതിയിൽ നമുക്ക് ഇൻഫറൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് പൂർവാവത് ഇൻഫറൻസ്, രണ്ടാമത്തെ ശേഷാവത്, മൂന്നാമത്തത് സാമാന്യതോ ദൃഷ്ട എന്ന് പറയുന്ന, അങ്ങനെ 3 ടൈപ്സ് ആയിട്ട് നമുക്ക് ഇൻഫറൻസിനെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഇതിൽ പൂർവാവത് എന്ന് പറഞ്ഞാല് നമ്മള് കണ്ട ഒരു കാരണം, നമ്മൾ ഒരു 2 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒന്ന് കോസ്, അതിന്റെ എഫക്റ്റ് ഇങ്ങനെ ഉണ്ടാവൂലേ? കോസ് എഫക്റ്റ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഒരു എഫക്റ്റിന്റെ ഒരു കോസ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ പൂർവാവത് എന്ന് പറഞ്ഞാല് നമ്മൾ കോസ് നമ്മൾ കാണുന്നു, അതിന്റെ കാരണം നമ്മൾ കണ്ടിട്ട് അതിന്റെ എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ ആ എഫക്റ്റ് കാണുന്നുണ്ടോ ഇല്ല, അതിന് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുക. ഉദാഹരണം, നമ്മളിങ്ങനെ ഇന്നലെ കാർമേഘങ്ങൾക്ക് ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഇരുണ്ട് കൂടുന്നത് കണ്ടപ്പോ, അപ്പൊ ഈ കാർമേഘങ്ങൾ ഇരുണ്ട് കൂടുക എന്നുള്ളത് എന്തിനുള്ള കോസാണ്? മഴ പെയ്യാനുള്ള ഒരു കാരണല്ലേ? അപ്പൊ എഫക്റ്റ് എന്താണ്? മഴ പെയ്യാന്നുള്ളതാണ്, റെയിൻ എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണ്? ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഡാർക്ക് ക്ലൗഡ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ കട്ടിയുള്ള ഇങ്ങനെ കാർമേഘങ്ങൾ ആകാശത്ത് ഇരുണ്ട് കൂടിയപ്പോ ഞാൻ എന്ത് ഇൻഫർ ചെയ്യുന്നു? മഴ പെയ്യും എന്ന് ഇൻഫർ ചെയ്യുന്നു. ഇന്ന് മഴ പെയ്യും എന്ന് ഇൻഫർ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇൻഫർ ചെയ്ത മഴ ഞാൻ കാണുന്നുണ്ടോ? ഇല്ല. അത് ഫ്യൂച്ചറിൽ നടക്കാനുള്ളതാണ് എഫക്റ്റ്. പക്ഷെ ഞാനിത് ഇൻഫർ ചെയ്തത് കോസ് കണ്ടിട്ടാണ് ഇൻഫർ ചെയ്തത്. അതാണ് പൂർവാവത് എന്ന് പറയാം. ശേഷാവത് എന്ന് പറഞ്ഞാൽ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ്. നേരെ ഫസ്റ്റ് കാണുന്നത് ഏതാണ്? എഫക്റ്റ് ആണ് കാണുന്നത്. എഫക്റ്റ് കണ്ട് അതിന്റെ കോസ് എന്ത് ചെയ്യാ? ഇൻഫർ ചെയ്യാ. ഞാനൊരു രാവിലെ ഇങ്ങനെ എണീറ്റ് നോക്കുമ്പോ മുറ്റത്തൊക്കെ ആകെ ചളി പുരണ്ടിട്ടുണ്ട്, വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്, കെട്ടി നിൽക്കുന്നുണ്ട്, അവിടെയൊക്കെ ചളിയൊക്കെ പുരണ്ടിട്ടുണ്ട്. ഇത് എപ്പോഴാ ഉണ്ടാവാ? മഴ പെയ്താലാ ഉണ്ടാവുക അല്ലെ? അപ്പൊ നമ്മൾ എഫക്റ്റ് രാവിലെ ഇന്നലെ രാത്രി മഴ പെയ്ത് കണ്ടിക്കണോ? ഇല്ല, കണ്ടിട്ടില്ല. കോസ് കണ്ടിട്ടില്ല. പക്ഷെ ഇതിന് എഫക്റ്റ് ഉണ്ട്. എഫക്റ്റ് എന്താണ്? അവിടെ മുറ്റത്തൊക്കെ ആകെ ചളിയായിട്ടുണ്ട്, വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ഇത് കണ്ട് ആ എഫക്റ്റ് കാണുന്നുള്ളൂ. അതിന് മുമ്പ് നടന്ന മഴ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഈ എഫക്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും? ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട് എന്ന് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനാണ് ശേഷാവത് എന്ന് പറയും. ഇനി സാമാന്യതോ ദൃഷ്ട എന്ന് പറഞ്ഞാല് എക്സ്പീരിയൻസ് ഓഫ് യൂണിഫോമിറ്റി എന്നുള്ളതാണ്. ഞാൻ ഇന്നിങ്ങനെ മുറ്റത്ത് ഒരു 6 മണിക്ക് ഞാൻ മുറ്റത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 8 മണിക്ക് മുറ്റത്ത് നോക്കുമ്പോൾ ഞാൻ 3 ഒരു പൊസിഷനിൽ നിൽക്കുന്നതായി കണ്ടു. പിന്നെ വേറൊരു ദിവസം ഞാൻ നോക്കുമ്പോൾ 3 വേറെ പൊസിഷനിൽ നിൽക്കുന്നതായി കണ്ടു. ഞാൻ വേറെ ദിവസം നോക്കുമ്പോൾ 3 വേറെ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ഈ 3 ഒരു സ്ഥലത്ത് നിന്ന് ഈ ചന്ദ്രൻ മറ്റു സ്ഥലത്തേക്ക് ചലിക്കുന്നത് ഞാൻ കാണുന്നുണ്ടാ? അത് ഞാൻ കാണുന്നില്ല. നേരിട്ട് ചലിക്കുന്നത് കാണുന്നില്ല. ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ 3 ഇവിടെ നിൽക്കുന്നു, വേറെ ദിവസം നോക്കുമ്പോൾ ഇവിടെ ഉണ്ട്, വേറെ ദിവസം നോക്കുമ്പോൾ വേറെ വ്യത്യസ്ത പൊസിഷൻസിൽ നമ്മൾ കാണുന്നു. ഇതിൽ നമ്മൾ എന്ത് ഇൻഫർ ചെയ്യുന്നു? മൂൺ ചലിക്കുന്നുണ്ട് എന്ന് ഇൻഫർ ചെയ്യുന്നു. മൂൺ മൂവ്സ് എന്ന് നമ്മൾ ഇൻഫർ ചെയ്യുന്നു. മൂൺ ചലിക്കുന്നുണ്ട് എന്നുള്ള ഇൻഫറൻസ് നമുക്ക് കിട്ടിയോടുന്നാണ് ഈ എക്സ്പീരിയൻസ് ഓഫ് യൂണിഫോമിറ്റി. നമ്മൾ എന്നും എന്ത് ചെയ്യുന്നു? എന്നും നോക്കുമ്പോഴും ഈ പറയുന്ന വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കാണുന്നു. ഓക്കെ, അപ്പൊ ഇത് കാരണത്താല് നമുക്ക് നമ്മളിത് നേരിട്ട് ഇങ്ങനെ മൂണിങ്ങ് ചലിക്കുന്നത് കണ്ടിട്ട് നമ്മൾ പറയാണ് മൂണ് ചലിക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതെന്താവൂല? അനുമാനേ ആവൂല. അതെന്താണ്? അത് പ്രത്യക്ഷയാണ്. നമ്മൾ നേരിട്ട് പെർസെപ്ഷൻ, നേരിട്ട് ചലിക്കുന്നത് കാണുന്നു, നമ്മൾ ചലിക്കുന്നു പറയുന്നു. ഇവിടെ ചലനം കാണുന്നില്ല. ഇവിടെ കാണുന്നതാണ് വ്യത്യസ്ത പൊസിഷനിലായി നിൽക്കുന്ന മൂണിനെ കാണുന്നു. അത് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുകയാണ് മൂൺ എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ 3 ടൈപ്സ് ഓഫ് ഇൻഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതില് 2 ക്വസ്റ്റ്യൻസ് അല്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ ഇതേപോലെ ചോദിക്കും. ഇതേപോലെ എന്ന് പറഞ്ഞാല് ഈ ചോദ്യം നോക്കി, അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക് വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ അനുമാന. അപ്പൊ അനുമാനയിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളുടെ കറക്റ്റ് സീക്വൻസ് വയ്ക്കുന്ന, കറക്റ്റ് ഓർഡർ ചോദിക്കുന്നു. ഇതിൽ ഏതാണ്? നമുക്ക് ഓർമ്മ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാ? പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന എന്നുള്ളതാണ് അല്ലെ? ഉദാഹരണ, ഉപനയ, നിഗമന എന്നുള്ളതാണ്. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി ഇതിൽ നോക്കി, നിങ്ങൾ
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റെഫറൻസ് ടു അനുമാന അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇന്ത്യൻ ലോജിക്. ഇതിവിടെ ഓരോ ഇന്ത്യൻ ലോജിക്കൽ ടേം കൊടുത്തിട്ടുണ്ട്, വെസ്റ്റ ലോജിക്കൽ ടേം കൊടുത്തിട്ടുണ്ട്. ഇത് ഏതൊക്കെയാന്നുള്ളതാണ്. സാധ്യ എന്നുള്ളത് മേജർ ടേം നമുക്കറിയാം. പക്ഷ എന്നുള്ള മൈനർ ടേം ആണെന്ന് നമുക്കറിയാം. ഇനി മിഡിൽ ടേമിനുള്ള പറഞ്ഞ ഉദാഹരണം എന്തായിരുന്നു? വാക്ക് എന്തായിരുന്നു? ഹേതു എന്ന് പറഞ്ഞത്. ഞാൻ അപ്പൊ തന്നെ എന്ത് പറഞ്ഞിരുന്നു? ഇതിന് സാധന എന്നും പറയുന്നു, ലിംഗ എന്നും പറയും, സാധന എന്നും പറയും. ഹേതു എന്നൊക്കെ പറഞ്ഞാലൊക്കെ എന്ത് തന്നെയാണ്? മിഡിൽ ടേം ആണ്. അപ്പൊ ഇതും കറക്റ്റ് ആയിട്ട് റെഫറൻസ് കൊടുത്തിട്ടുള്ളത്. അതേസമയത്ത് ഇവിടെ കണ്ടില്ലേ, ഹേതു എന്നുള്ളത് മൈനർ ടേം ആണെന്നുള്ളത്. അത് തെറ്റല്ലേ? ഹേതു എന്നുള്ളത് മിഡിൽ ടേം അല്ലേ? മിഡിൽ ടേമിന് ഹേതു എന്ന് മാത്രമല്ല, സാധന എന്നും പറയും, ലിംഗ എന്നും പറയും. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് പറയാനുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും റെഫർ ചെയ്യാം കേട്ടോ. ഓക്കെ.